കാറിൽ വരുന്നവരെ ലിഫ്റ്റ് ചോദിച്ച് തടയും. നിർത്തുമ്പോ മുഖത്ത് മയക്കുമരുന്നടിക്കും. തീർന്നില്ലേ? സത്യമാണോ? അതറിയില്ല, ഞാൻ പത്രത്തിലൊക്കെ വായിച്ചതാ. എന്തായാലും നമുക്ക് നോക്കാം. അവൻ വരാറായിട്ടുണ്ട്. ഞാൻ അവനെ ഡീൽ ചെയ്തോളാം. നീ വണ്ടി തടഞ്ഞ് സ്പ്രേ അടിച്ച് കഴിയുമ്പോ ഞാൻ അവിടെ എത്തിക്കോളാം. ശരിയാ, ഓക്കെ. സാർ, എനിക്കൊരു ലിഫ്റ്റ് തരുമോ സാർ? എന്നെ ഒന്ന് ടൗണിലാക്കൂ പ്ലീസ് സാർ. എൻ്റെ കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ വേണ്ടിയാ. എണീക്ക്. എന്തു പറ്റി? എണീക്ക്. നീ ഓക്കെയല്ലേ? എന്താ പറ്റിയ? എന്തൊക്കെയാണ് നടന്നത്? ഇതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല. നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ആകെ കുഴപ്പമായനെ. അതാ പറഞ്ഞത് അഖിൽ സാറേ, വളരെ സൂക്ഷിക്കണം. ഷാമിച്ചയുടെ ഒരു പ്രാർത്ഥന ഉള്ളതുകൊണ്ടാ അഖിൽ സാറ് പലപ്പോഴും രക്ഷപ്പെടുന്നത്. പിന്നെ സാറേ, എന്താ കണ്ണ? നമ്മളെ ആക്രമിക്കാൻ വന്നില്ലേ ഒരു ഗുണ്ട? ആ ഗുണ്ടയെ മുമ്പേ നമ്മൾ കാട്ടിൽ വെച്ച് കണ്ടിരുന്നില്ലേ? അന്ന് പറഞ്ഞില്ലേ ഒരു ജഗന്നാഥനെ കുറിച്ച്? ആ ജഗന്നാഥന്റെ ആളാണോ? നേരടാ, ജഗന്നാഥന്റെ ആള് തന്നെയാ. ജഗന്നാഥൻ അയച്ച ആള് തന്നെയാ അത്. എങ്കിലേ ജഗന്നാഥ് അടുത്തെവിടെങ്കിലും കാണും. സാറ് പോയ ആളൊന്നും കാണും. എന്തായാലും ഞാനിവിടെ ഇറങ്ങുവാ. നീ ഇതെങ്ങോട്ടാ പോകുന്നേ? എനിക്ക് ഒരുപാട് പേരുടെ കാര്യങ്ങൾ നോക്കണ്ടേ. ഏതായാലും സാർ ജഗന്നാഥനെ ഒന്ന് കണ്ടിട്ട് പൊക്കോ. കണ്ണ, നമസ്കാരങ്ങളെ. ഏയ്, എന്റെ പ്രേതാത്മാവൊന്നുമല്ല, ഞാൻ തന്നെയാ. എന്നെ ഗുണ്ടകൾ കൊന്നിട്ടൊന്നുമില്ല. എന്റെ അങ്കിളെ. അങ്കിളിന്റെ പ്രശ്നം എന്താണെന്നറിയോ? അങ്കിളിന് ഈ ഗുണ്ടകളെ സെലക്ട് ചെയ്യാൻ അറിയില്ല. തടിയുണ്ടായാൽ മാത്രം പോരാ, തലച്ചോറും വേണം. ഈ സ്പ്രേ ഒക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പേ വർക്കിംഗ് കണ്ടീഷൻ ആണോ നോക്കണ്ടേ? അവർക്കത് കൈകാര്യം ചെയ്യാൻ അറിയില്ല. പക്ഷേ ഞാനത് നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്തോട്ടോ. അങ്കിളല്ലേ അത് വാങ്ങിയത്. ഒന്ന് ഉപയോഗിച്ചൊക്കെ നോക്കണ്ടേ അങ്കിളെ? അഖിലേ, നീ കളിക്കുന്നത് ആരോടാണെന്ന് നിനക്ക് ഓർമ്മ വേണം. ആ ഡയലോഗ് കുറെ നാളായിട്ട് കേൾക്കുന്നങ്ങളെ. അങ്കിൾ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുവാണല്ലോ. ഈ അങ്കിൾ ഉണ്ടാക്കിയത് മുഴുവൻ കൊട്ടേഷൻ കാശായിട്ട് ഗുണ്ടകൾക്ക് കൊടുത്തിട്ട് ഒന്നും നടക്കുന്നില്ല. ഇന്നും എന്നെ തീർക്കാന്ന് വെച്ചു. അതും നടന്നില്ല. തീർക്കൂടാ. നിന്നെ മാത്രമല്ല, നിന്റെ കുടുംബത്തിനെ മൊത്തത്തിൽ അങ്ങ് തീർക്കും. നീ കണ്ടോ? എന്റെ പൊന്നു മാഷെ, സ്വപ്നത്തെ കാണുന്ന കാര്യങ്ങളെ നടക്കുമെന്ന് വിചാരിക്കാൻ പാടില്ല. അങ്ങളെ, ദേ അങ്കിളിനോട് ഞാനൊരു ബഹുമാനൊക്കെ വെച്ച് പറയുക. അങ്കിള് 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല 7 ജന്മം ജനിച്ചാലും അഖിലിനെ
ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്താണെന്നറിയോ? എന്റെ കൂടെ ശ്യാമയുണ്ട്. ശ്യാമയെ പോലൊരു ഭാര്യ ഉണ്ടെങ്കിൽ എന്റെ അങ്കിളെ, നമ്മൾ ഈ ദുഷ്ടശക്തികൾ ഒന്നും പേടിക്കണ്ട. അങ്കിളിനെ പോലെ ഒരാള് ഗുണ്ടയുടെ കയ്യില് ഇതുപോലെ പൊടിക്കുപ്പിയും കൊടുത്തയച്ച ശ്യാമ പൂജിക്കുന്ന ദൈവം അവിടെ എത്തി എന്നെ രക്ഷിക്കും. ദേ, ഇപ്പൊ എന്റെ കൂടെ ഒരു കണ്ണൻ ഉണ്ടായിരുന്നില്ലേ, അവൻ ചെയ്ത പോലെ. ആ കണ്ണൻ കൂടെ ഉള്ളതുകൊണ്ടാ ആ സ്പ്രേ വർക്ക് ചെയ്യാതിരുന്നത്. അപ്പോ ഞാൻ പറയുന്നത്, എനിക്ക് അങ്കിളിനെ പേടിയില്ല. കാരണം എന്റെ കൂടെ ശ്യാമയുണ്ട്. നിന്റെ ശ്യാമ അങ്ങ് ഇല്ലാതായാലോ? അതിനെനിക്ക് ഉത്തരവില്ലെങ്കിലേ. കാക്ക മലർന്ന് പറന്നാലോ, സൂര്യൻ പടിഞ്ഞാറുദിച്ചാലോ, കടല് പറ്റി കരയായാലോ, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ എന്തുത്തരാ പറയാ? അതുപോലെ ഇതിന് ഉത്തരം പറയാൻ പറ്റൂ. ഞാൻ പറഞ്ഞു തീർന്നില്ല. ഇനി ചിലപ്പോ അങ്കിൾ കരുതും ശ്യാമ അങ്ങ് തട്ടിക്കളയാന്ന്. അതിനും പറ്റില്ല അങ്കിളെ. അതിനെ ആദ്യം ഞാനില്ലാതാവണം. ശ്യാമയുടെ ദേഹത്ത് തൊടണമെങ്കിൽ ഞാൻ ഭൂമിയിൽ നിന്ന് അങ്ങ് പോണം. ഇനി എന്റെ കാര്യം എന്താന്ന് വെച്ചാ, മിനിമം 100 വയസ്സെങ്കിലും ആവാതെ ഞാൻ മരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും അങ്കിളെ? ദാ, എന്നെ മോനെ ജഗന്നാഥ പിള്ളേ, പ്രായം കൊണ്ട് നമ്മൾ തമ്മിൽ നല്ല വ്യത്യാസത്തിലാ. ശരീരം കൊണ്ടും തനിക്കാ വലിപ്പം. പക്ഷേ തന്നെ ഇന്ന് ഞാൻ പൂട്ടിലാക്കി. എങ്ങനെയാണെന്നറിയാലോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സത്യത്തിന്റെ ശക്തി കൊണ്ട്. അതെന്റെ കൂടെയാ. എടോ, തന്റെ ആഗ്രഹങ്ങൾ ഒന്നും നടക്കാൻ പോകുന്നില്ല. സൗഹൃദത്തിൽ പോവാൻ ഇപ്പോഴും ഞാൻ തയ്യാറാ. നമുക്ക് സ്നേഹത്തോടെ സന്തോഷത്തോടെ അങ്ങ് ജീവിച്ചു പോവാം. അതല്ല, ഇതുപോലെ നമ്പറുകളുമായിട്ട് വന്ന ഞാൻ വലിയ നമ്പര് അങ്ങ് തിരിച്ചടിക്കും. എന്തേലും പറയാനുണ്ടോ? പറയാനല്ലടാ, ഞാൻ ചെയ്യാനാ പോകുന്നത്. ഇപ്പൊ ചെയ്ത പോലെയാണ് അങ്ങളെ. ബോധം കെടുത്താനുള്ള സ്പ്രേയുമായിട്ടൊന്നും അങ്ങോട്ട് വന്നേക്കരുത് അങ്ങളെ. ഞാനൊരു സത്യം പറയാം. അങ്കിളിനെ വില്ലനാവാനൊക്കില്ല. ഒരു കോമാളിയാവും. അപ്പ സൂപ്പറായിരിക്കും. പോട്ടെ, മാറോ. അതേടാ, ഞാൻ കോമാളിയും കൂടി ആകാൻ പോവുക. ചിരിച്ചുകൊണ്ടായിരിക്കും നിന്റെ കഴുത്തറുക്കാൻ പോകുന്നത്. ശ്യാമയാണല്ലേ നിന്റെ ശക്തി. അവളുടെ കാര്യം നോക്കാൻ വീട്ടിൽ ആളെത്തിയിട്ടുണ്ടടാ. ഏട്ടാ, ഏട്ടൻ തിരക്കിലാണോ? എടാ, അഥവാ ഞാൻ ജോലി തിരക്കിലാണെങ്കിലും നിനക്ക് എന്നോട് സംസാരിക്കാം. പറഞ്ഞോ, ഇരിക്കെ. ഏയ്, അത് വേണ്ട. ആദ്യം ഏട്ടന്റെ ജോലി കഴിയട്ടെ, എന്നിട്ടിരിക്കാം. നിക്കേ, ദാ കഴിഞ്ഞു. നീയേ കാര്യം എന്താ പറ. നീ അങ്ങോട്ടിരിക്കെ. ഇരിക്കെ, ഇരിക്കടാ. പറ. പറയാനല്ല, ചോദിക്കാനുള്ളത്. എന്താടാ? ആരാ ഏട്ടാ അശ്വതി? ഏതശ്വതി? ഏട്ടാ, കാര്യങ്ങളൊന്ന് വ്യക്തമായിട്ട് പറയാട്ടാ. എല്ലാം സോൾവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. എന്ത് സോൾവ് ചെയ്യാനാ? എടാ, ഒന്നുമില്ല. ഒക്കെ അമൃത ഓരോന്ന് സങ്കല്പിച്ചുണ്ടാക്കുന്നതാ. അത് വിട്. നീ വന്നപ്പോ ഞാൻ കരുതിയേ വേറെന്തോ വലിയ കാര്യം സംസാരിക്കാനാണെന്ന്. എടാ, മലേഷ്യയിൽ നിന്ന് കമ്പനി വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടല്ലോ. അവർക്കുള്ള റിപ്ലൈ അയച്ചോ? ആദ്യം എനിക്കുള്ള റിപ്ലൈ താട്ടാ. ആരാ അശ്വതി? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. നീ എന്റെ അനിയന്റെ അനിയനാ. എന്ന് വെച്ചാ കൊച്ചനിയൻ. മൂത്തേട്ടൻ പറയുന്നത് അതുപോലെ അങ്ങ് അനുസരിച്ചാ മതി. നീയേ ഈ ചോദ്യം ചെയ്യല് അത് വേണ്ട. പോയി ജോലി ചെയ്യ്. ചേട്ടന്റെ ചേട്ടനെ നേരെയാക്കാൻ അനിയന്റെ അനിയന് ഇടപെടേണ്ടി വരും. അശ്വതി ആരാണെന്ന് പറഞ്ഞേ പറ്റൂ. ഇതെന്താടാ, പോലീസ് സ്റ്റേഷനോ? നീ എന്താ പോലീസോ? ഒരുമാതിരി ചോദ്യം ചെയ്യലൊക്കെ. ഞാൻ പോലീസായിരുന്നെങ്കിലേ ഏട്ടനെ കൊണ്ട് എന്നെ ഉത്തരം പറയിച്ചേനെ. അഖിലേ, നീ പുറത്തു പോയേ. ഏട്ടാ, ഏട്ടാ, അതാരാന്ന് പറ. എന്താ ഏട്ടാ?
ഡാക്കി എന്താടാ പ്രശ്നം? അരുണേട്ടാ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. നമ്മള് അമൃതയടുത്തേക്ക് വാക്ക് കൊടുത്തല്ലേട്ടാ, അശ്വതി ആരാന്ന് കണ്ടുപിടിച്ച് കാര്യങ്ങൾ സെറ്റിലാക്കാന്ന്. ഇന്ന് അമൃതയടുത്ത് എന്നോട് അത് ചോദിക്കുകയും ചെയ്തു, അന്ന് കൊടുത്ത വാക്ക് എന്തായെന്ന്. അശ്വതി ആരാണെന്ന് കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന് നമ്മൾ പറഞ്ഞതല്ലേ? അതേട്ടാ, കാര്യങ്ങൾ എന്തായാലും അതൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് ഇതിനൊരു അവസാനം ഉണ്ടാക്ക്. ദേ, നമ്മൾ ഓരോരോ കുടുംബമായിട്ട് പ്രത്യേകമാണ് താമസിച്ചിരുന്നെങ്കിൽ ഇതൊരു പ്രശ്നമല്ലായിരുന്നു. നമ്മളിപ്പോഴും കൂട്ടുകുടുംബമായിട്ടാണ് താമസിക്കുന്നത്. കാര്യങ്ങൾ അറിഞ്ഞും ഇടപെട്ടും തന്നെ മുമ്പോട്ട് പോകണം. ദേ, ഏട്ടൻ പറയും, ഞാനും അകയും കൂടി അത് ക്ലീൻ ആയിട്ട് കൈകാര്യം ചെയ്തു തരാം. ഏട്ടൻ എന്തെങ്കിലും അബദ്ധം പറ്റിയിരുന്നോ? ഇനി അതല്ല അമൃതയടുത്ത് സംശയിക്കുന്ന പോലെ എന്തെങ്കിലും ഭീഷണിയാണോ? അഖിലെ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ദേ, നിന്നെ അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഒരു കുടുംബത്തെ മുഴുവനും ബാധിക്കുന്ന പ്രശ്നമാണ്. ഏട്ടാ, എന്റെ പൊന്നേട്ടനല്ലേ, പഞ്ചാരേട്ടനല്ലേ, ഏട്ടൻ ഒന്ന് പറയാതെ ഞാൻ ഏട്ടനെ വിടില്ല. നിന്നെ എന്തായാലും അത് ഏട്ടൻ പറഞ്ഞിട്ട് പോയാൽ മതി. നീക്കെന്താ ഷോ കാണിക്കണോ? ഞാനൊന്ന് താന്നു വന്നപ്പോ ആളെ വന്നടാ. അശ്വതി ആരാണെന്ന് പറയാൻ എനിക്ക് മനസ്സില്ല. ദേ, പറയാതെ ഏട്ടനെ ഞാൻ വിടില്ല. അറിഞ്ഞേട്ടാ, വേണ്ട. സോറി ഏട്ടാ, സോറി. ഒരേ രക്തമാണല്ലോ, അതിന്റെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എന്നൊക്കെ കരുതിയാ. ഒരേ പാത്രത്തിലുണ്ട്, ഒരേ പായിൽ ഉറങ്ങിയവരാ നമ്മൾ. പഠിക്കുമ്പോ ഒരാൾക്കൊരു പ്രശ്നം വന്നാ അത് 3 പേരും ചേർന്ന് ഇടപെട്ടിരുന്നത്. 3 പേരും ഒന്നാണെന്നാ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പൊ മനസ്സിലായി, 3 പേരും 3ആയിരുന്നു എന്ന്. സോറിടാ. ഏട്ടാ, ഞങ്ങൾ ഇടപെടുന്നത് പ്രശ്നങ്ങൾ തീർക്കാനാ, മറിച്ച് ഏട്ടനെ തോൽപ്പിക്കാനല്ല. ഞാനെല്ലാം നിങ്ങളോട് പറയാം. അശ്വതി എനിക്കറിയാം. ഞാൻ പറയുന്നത് സത്യമാ. അശ്വതി എനിക്കറിയാം. പക്ഷെ ഞാനുമായിട്ട് ബന്ധമൊന്നുമില്ല. ഏട്ടന് അശ്വതിയെ അറിയാം, എന്നാ ഏട്ടനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് വെച്ചാ, അല്ല, ആ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഏട്ടാ. എടാ, ഞാൻ പറഞ്ഞ സത്യം. പൂർണ്ണമായും കാര്യങ്ങൾ വൈകാതെ നിങ്ങളെയൊക്കെ അറിയിക്കാം. ഉറപ്പായും നിങ്ങളൊക്കെ ഇത് അറിഞ്ഞേ പറ്റൂ. എന്നെ വിശ്വസിക്കുക. ഞാൻ പറയാം. ഞാനിപ്പോ എന്റെ ജോലിയും തീർത്തോട്ടെ. ഏട്ടാ, ഏട്ടാ, ഓ, വാ. ഏട്ടാ, ആദ്യേട്ടൻ എന്താ ഈ പറയുന്നത്? ആദ്യേട്ടന് അറിയാം. എന്നാ ആദ്യേട്ടന് ബന്ധവുമില്ല. ആദ്യേട്ടന് ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ കേസൊക്കെ എടുത്ത് ഇങ്ങനെ തലേ വെക്കുന്നത്? എന്റെ ആക്കി, ഏട്ടൻ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. എനിക്കിവിടെ ഓഫീസിൽ 100 കൂട്ടം പണിയുണ്ട്. ആ വിവേക്, എടാ ശ്യാമ തകർത്തടാ. ഉം. ഫൈനൽ മിക്സിംഗ് കഴിഞ്ഞു. 2 പേരെ പാട്ട് ഇതുവരെയായിട്ട് കേട്ടിട്ടുള്ളൂ. ഞെട്ടിയിരിക്കുക എല്ലാവരും. നീ എഴുതി വെച്ചു അഖിലേ, നിന്റെ ശ്യാമ ഇന്ത്യയുടെ ശ്യാമയാവാൻ പോവാ. ആ പാട്ടിന് എന്താ ഒരു ഫീല്.
പറഞ്ഞ നീ വിശ്വസിക്കില്ല. സീനിയർ റെക്കോർഡിസ്റ്റ് രാമേന്ദ്രൻ സാറ് പാട്ട് കേട്ട് കഴിഞ്ഞ് നിർത്താതെ കൈയടിക്കുകയായിരുന്നു. ഞാൻ നമ്മുടെ അടുപ്പും ആവേശം കൊണ്ട് പറയുന്നതല്ല. ഭാരതത്തിന്റെ അടുത്ത വാനമ്പാടി ആവാൻ പോവാ നിന്റെ ശ്യാമ. സോങ് എന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടില്ല. സമയവും സന്ദർഭമൊക്കെ നോക്കി നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെടാ, എൻജോയ്. ശ്യാമേ, താനിവിടെ? പെട്ടെന്ന് എനിക്ക് സാറിനെ കാണണമെന്ന് തോന്നി, വന്നു. ഞാനും തന്നെ കാണാൻ ആഗ്രഹിച്ച നിമിഷമാ. വിവേക് വിളിച്ചിരുന്നു. പാട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞോ? ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും. പിന്നെ വിവേക് എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? താനാണ് അടുത്ത വാനമ്പാടിയെന്ന്. വാനമ്പാടി. ഏയ് അഖിലേ, എന്തുകൂടാ ഇത്? ഈ ഏട്ടാ, ഛി. ദേ, പട്ടാപ്പകലേ സ്വപ്നമൊന്നും കാണരുത്. മറ്റുള്ളവർക്കാ ബുദ്ധിമുട്ട്. ഏട്ടാ, സോറി ഏട്ടാ. ആ, നിന്നെ അച്ഛൻ വിളിക്കുന്നുണ്ട്. UK എക്സ്പോർട്ടിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിട്ടാ. നിന്റെ ഉമ്മ. ഏട്ടാ, ഏട്ടാ, പറയല്ലേ? ഞാൻ Please. പറയും. ഏട്ടാ, പറയല്ലേ പ്ലീസ്. അപ്പോ ശ്യാമ പാട്ടുകാരിയും കമ്പനി വൈസ് ചെയർപേഴ്സണും. ശ്യാമ വരൂ. എന്താ ശ്യാമേ, ആകെ ഒരു ടെൻഷൻ പോലെ? ഒന്നുമില്ല. ചമ്മലും പേടിയൊന്നുമില്ലല്ലോ? ഇല്ല. ഗുഡ്, വെരി ഗുഡ്. ഒരു സ്റ്റുഡന്റിന് മാത്രമല്ല, ഏതൊരു വ്യക്തിക്കും ആദ്യം വേണ്ടത് ആത്മവിശ്വാസമാണ്. ഉദാഹരണമായി അഖിൽ, ശ്യാമയുടെ ഹസ്ബൻഡ്. അഖിൽ ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമാ. അഖിലിന് നോ എന്നൊരു കാര്യമേ ഇല്ല. ഇപ്പൊ ഞങ്ങൾ അഖിലിനോട് പറയുക, അഖിലെ ഞങ്ങൾക്ക് അമ്പിളിമാമനെ വേണമെന്ന്. അഖില് അമ്പിളിമാമനെ എങ്ങനെയെങ്കിലും കൊണ്ടുതരും. ശ്യാമയിരിക്ക്. ഒരു ദിവസം കോളേജ് വെച്ച് എനിക്കൊരാഗ്രഹം, ബൈക്കിലൊന്ന് റൈഡിന് പോണോന്ന്. പലരോടും ഞാൻ ചോദിച്ചു ആർക്കാ എന്നെ റൈഡിന് കൊണ്ടുപോകാൻ പറ്റുകയെന്ന്. എന്നിട്ട് എല്ലാവർക്കും പേടി. കോളേജ് സമയത്ത് കറങ്ങാൻ പോയാലേ പണി ഉറപ്പാ. പക്ഷേ അഖില് അഖിലൊന്നും പറഞ്ഞില്ല. വന്നെന്റെ കയ്യിലോട്ട് പിടിച്ചു, എന്നിട്ട് ആ ബൈക്കിലോട്ട് കയറ്റി. പിന്നെ ഒരൊറ്റ കത്തിക്കലായിരുന്നു.